ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള രോഗം നിപ്പ വൈറസ്. 2018 മുതൽ നമ്മൾ പത്രത്തിലും മാഗസിനിലും ഒക്കെ വായിക്കുന്ന ഈ നിപ്പ പനിയെ കുറിച്ചാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിപ്പ വൈറസ് എന്ന് പറയുന്ന പനി അത് സ്പ്രെഡ് ചെയ്യുന്നത് വവ്വാലുകളാണ്, ഇല്ലെങ്കിൽ പന്നികളാണ്. ഇതിൻ്റെ മേജർ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വൈറസ് മനുഷ്യൻ്റെ സെക്രീഷൻസിൽ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിക്കണം. ഒരു മനുഷ്യൻ്റെ സലൈവയിൽ അല്ലെങ്കിൽ മറ്റ് ശ്രമങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കും, അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പകരാം. എന്നാൽ വളരെ നമ്മൾ ഇതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം. ഇത് വവ്വാലാണ് ഇത് പരത്തുന്നത്. ഈ വവ്വാല് നമ്മൾ കടിച്ചതായിട്ടുള്ള ഈ ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ വേണ്ടവണ്ണം കഴുകാതെ കഴിച്ചാൽ ഈ വൈറസ് നമ്മളെ പിടികൂടും. ഈ വൈറസ് പിടികൂടിക്കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്നത് ചിലപ്പോൾ ഒരു 20% അല്ലെങ്കിൽ 10% ആൾക്കാർക്ക് അത് നമ്മുടെ ലങ്സിനെ പിടികൂടും, അല്ലെങ്കിൽ മസ്തിഷ്കത്തെ അല്ലെങ്കിൽ ബ്രെയിനിനെ പിടികൂടും. സെറിബ്രോ സ്പൈനൽ ഫീവർ അല്ലെങ്കിൽ ബ്രെയിൻ ഫീവർ ഇതേ കൊണ്ട് വരാം. ഇത് വന്നു കഴിഞ്ഞാൽ കോമയിലേക്ക് പോയി അല്ലെങ്കിൽ നമ്മൾ മരിച്ചെന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കടിയുള്ള ഈ പഴങ്ങളൊക്കെ നല്ല കഴുകാതെ, ഒരു പഴങ്ങളും കടിയുള്ളതല്ല, എല്ലാ പഴങ്ങളും നമ്മൾ കഴുകാതെ ഉപയോഗിക്കരുത്. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടുള്ള റെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഒരിക്കൽ മസ്തിഷ്കപ്പനി വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 60-70% ആൾക്കാരും മരിച്ചു പോകും. അതുകൊണ്ടാണ് നിപ്പ വൈറസിന് ഇപ്പോൾ വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നത് നമ്മൾ ടെസ്റ്റുകൾ ഉപയോഗിച്ച്, ആൻറ്റിവൈറൽ ടെസ്റ്റുകൾ, വൈറൽ ടെസ്റ്റുകൾ ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കും. ഇത് ഹ്യൂമൻ സെക്രീഷൻസിൽ കൂടി പകരുമ്പോൾ ഇതൊരു പകരുന്ന രോഗമാണ്. അപ്പോൾ ഇതുമായിട്ട് വരുന്ന രോഗികളുമായിട്ട് അധികം ബന്ധമില്ലാതിരിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞ ഒരു 3 മുതൽ 14 ദിവസം കഴിയുമ്പോൾ താനെ മാറുന്നതായിട്ട് കാണും. അപ്പോൾ വൃത്തിശീലം കൊണ്ടും കഴുകാത്ത ഫുഡ്സ് കഴിക്കാത്തത് കൊണ്ടും നമ്മൾ ഇതിനെ തടയുവാനായിട്ട് പറ്റും. ഇത് വന്നു കഴിഞ്ഞാൽ പൂർണ്ണ റെസ്റ്റും അതുപോലെ ആവശ്യത്തിന് വെള്ളവും കുടിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും. ഇതാണ് നിപ്പ വൈറസ്. നേരത്തെ മലപ്പുറത്തും കോഴിക്കോടുമാണ് ഇതാദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. എന്നെ കേട്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം പറയുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.